ഡിണ്ടിഗലിലെ ഈ ഡി-മണി അത്ര ചില്ലറക്കാരനല്ല എന്നുള്ളതാണ് നമുക്ക് ഇവിടെ വന്ന അന്വേഷണത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഡിണ്ടിഗൽ റൗണ്ട് റോഡിലുള്ള MS ഡാർഡി എന്ന ഈ ബിൽഡിംഗിന് മുൻപിലാണ്. ഇവിടെ വെച്ചാണ് ഇന്നലെ SIT ഡി-മണിയെ ചോദ്യം ചെയ്തത്. ഇവിടെ വെച്ചാണ് ചോദ്യങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ചോദിച്ചറിയുകയും ചെയ്തത്. അതിനുശേഷം ഈ ഡി-മണി മാധ്യമങ്ങളെ കാണുകയും ചെയ്തിരുന്നു. പക്ഷെ ഭയങ്കര ദുരൂഹത ഈ ഡി-മണിയുടെ കാര്യത്തിൽ ഉണ്ട് എന്നുള്ളതാണ് ഇവിടെ വന്ന് നമ്മൾ നടത്തിയ അന്വേഷണത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ ഡി-മണിയുടെ വളർച്ച അത് വളരെ പെട്ടെന്നായിരുന്നു. സാധാരണക്കാരനായ ഒരു ഓട്ടോക്കാരൻ, പിന്നീട് ഇവിടുത്തെ പ്രാദേശിക മാധ്യമ പ്രവർത്തനയായി നടന്നിരുന്ന ആൾ പെട്ടെന്ന് ഒരു ദിവസം പണക്കാരനാകുന്നു. അതിന് പിന്നാലെ MSRD എന്ന പേരിൽ ഒരു റിയൽ എസ്റ്റേറ്റ് ഓഫീസ് ഉൾപ്പെടെ തുടങ്ങിക്കൊണ്ടാണ് അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളൊക്കെ നടന്നിരുന്നത്. എന്തായാലും ഇയാളുടെ ഈ സാമ്പത്തിക ഇടപാടിൽ വലിയ തരത്തിലുള്ള സംശയം SIT ആദ്യം മുതൽ തന്നെ പ്രകടിപ്പിക്കുന്നുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലുള്ള ചോദ്യം ചെയ്യലാണ് ആദ്യഘട്ടത്തിൽ നടക്കുന്നത്. ഏതെങ്കിലും തരത്തിൽ ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് നേരിട്ട് ഈ ഡി-മണിക്ക് ബന്ധമുണ്ടോ എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത ഇതുവരെയും SITയുടെ ഭാഗത്തു നിന്ന് ലഭ്യമായിട്ടില്ല. പക്ഷേ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയും അതുപോലെ തന്നെ മറ്റാളുകളുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യം ചെയ്യലിൽ ഈ ഡി-മണിയുടെ പങ്ക് ഉണ്ട്. ഈ പുരാവസ്തുക്കൾ വിൽപ്പന നടത്തുന്നതുമായി ബന്ധപ്പെട്ട്, വിദേശ മാർക്കറ്റുകളിൽ വിൽപ്പന നടത്തുന്നതുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള ഇടപാടുകൾ നടന്നിട്ടുണ്ട് എന്നടക്കമുള്ള കാര്യങ്ങൾ വ്യക്തമാവുകയും ചെയ്തിട്ടുള്ളതാണ്. ശബരിമല, അതുപോലെ തന്നെ പത്മനാഭസ്വാമി ക്ഷേത്രം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ 1000 കോടി രൂപയുടെ പുരാവസ്തുക്കൾ മോഷണം നടത്തി അത് വിൽപ്പന ചെയ്യുക എന്നതായിരുന്നു ഇവരുടെ ലക്ഷ്യം എന്നടക്കമുള്ള കാര്യങ്ങൾ വിവരങ്ങൾ പുറത്തു വരികയും ചെയ്തിട്ടുണ്ട്. അതുൾപ്പെടെയുള്ള കാര്യങ്ങൾ SIT ചോദിച്ചറിഞ്ഞു എന്നുള്ളതാണ് ആദ്യഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. നിലവിൽ എന്തായാലും SIT ഇവിടെ തന്നെ തുടരുകയാണ്. ഈ ഡി-മണി അങ്ങനെ വിട്ടിട്ട് പോകാൻ അവർ തയ്യാറല്ല എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. ഇന്നലെ ഈ ചോദ്യം ചെയ്യലിന് ശേഷം ഡി-മണി പറഞ്ഞത് താൻ ഡി-മണിയല്ല, MS സുബ്രഹ്മണിയാണ്, ഡി-മണി എന്ന ആളെ തനിക്ക് അറിയില്ല ചോദ്യം ചെയ്തതാണ്. ഫോൺ നമ്പറുമായി ബന്ധപ്പെട്ട് ഫോൺ നമ്പർ മറ്റൊരാൾ ഉപയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ട ചില സംശയങ്ങൾ തീർക്കുന്നതിന് വേണ്ടിയാണ് ഇങ്ങോട്ടേക്ക് അവരെത്തിയത്. അതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമുള്ള ചോദ്യം ചെയ്യലാണ് നടന്നത്. മൊഴിയെടുപ്പ് മാത്രമാണ് നടന്നത്. ഏതെങ്കിലും തരത്തിൽ നേരത്തെ സമൻസ് അയക്കുകയോ ചോദ്യം ചെയ്യലിന് ഹാജരാവുകയോ അല്ലെങ്കിൽ ചോദ്യം ചെയ്യാൻ വേണ്ടി എത്തണമെന്ന് നിർദ്ദേശിക്കുകയോ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഡി-മണി പറഞ്ഞിരുന്നത്. പക്ഷെ അങ്ങനെയല്ല എന്നുള്ള കാര്യങ്ങൾ നേരത്തെ തന്നെ വ്യക്തമായിട്ടുള്ളതാണ്. ഈ ഡി-മണിക്ക് തന്നെ MS സുബ്രഹ്മണി എന്ന് അവകാശപ്പെടുന്ന ഡി-മണിക്ക് തന്നെ SIT സമൻസ് അയച്ചിരുന്നു. ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്ന് പറഞ്ഞിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലുള്ള മൊഴിയെടുക്കലിന്റെ ഭാഗമാണ് ഇന്നലെ ഈ SIT ഇവിടെ എത്തുകയും ചെയ്തിട്ടുള്ളത്. നമ്മൾ ആദ്യമേ സൂചിപ്പിച്ച പോലെ ദുരൂഹത നിറഞ്ഞ ഒരു വളർച്ച തന്നെയായിരുന്നു ഈ ഡി-മണിയുടെ. ഡയമണ്ട് മണി എന്നടക്കമുള്ള പേരുകൾ അദ്ദേഹത്തിനുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രാദേശികമായിട്ടുള്ള ചില ആളുകളിൽ നിന്ന് ലഭ്യമാകുന്ന വിവരമനുസരിച്ച് അദ്ദേഹം ഇവിടെ ഓട്ടോ ഓടിച്ചു നടന്നിരുന്ന ഒരാളാണ്. അതിനുശേഷം അദ്ദേഹം ചെറിയ പ്രാദേശിക പത്രപ്രവർത്തകരായി അതിൽ നിന്ന് ചില ബന്ധങ്ങൾ ഉണ്ടാക്കി വലിയ രീതിയിൽ റിയൽ എസ്റ്റേറ്റ് രംഗത്തേക്ക് തിരിയുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ ഒരു വലിയ ഈ MSRD എന്ന ഒരു റിയൽ എസ്റ്റേറ്റ് ഓഫീസ് ഉൾപ്പെടെ തുടങ്ങുകയും ചെയ്തത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഇതുൾപ്പെടെയുള്ള കാര്യങ്ങൾ വിശദമായി അന്വേഷണത്തിന്റെ പരിധിയിലാണ്. അതുൾപ്പെടെ പരിശോധിക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ഡി-മണി ചില്ലറക്കാരനല്ല. ഡി-മണി അങ്ങനെ വെറുതെ വിടാൻ വേണ്ടി SIT ഉദ്ദേശിച്ചിട്ടുമില്ല എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാനും കഴിയുന്നത്.